ഇതൊരു ബാറാണ്. നമ്മളൊരു പാർക്കിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാർക്കിൽ കാണുന്ന സാധനങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നാണ് നോക്കുന്നത്. ഇപ്പോൾ കുറച്ച് വെയിൽ തുടങ്ങിയിട്ടുണ്ട്, നല്ല വെയിലുണ്ട് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ അത് പറ്റാവുന്ന രീതിയിൽ കുറച്ച് കാണിച്ചു തരാം. അപ്പോൾ ഈ ബാറിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ എക്സസ് ഫാറ്റ്, ഈ ഭാഗത്തെ ഫാറ്റ് ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് ഒന്ന് ബാറിൽ വെറുതെ തൂങ്ങിക്കിടക്കാം. വെറുതെ വേറെ ഒന്നും ചെയ്യണ്ട, പൊള്ളൊന്നും ചെയ്യണ്ട. വെറുതെ നമ്മൾ ഇതിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഉണ്ടല്ല, ഒന്ന് പിടിച്ചിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ട്. ഇപ്പോൾ ഇത് എൻ്റെ ഹൈറ്റിനെ കറക്റ്റാണ്. കുറച്ചിന് ഹൈറ്റ് ഉള്ള ആളാണെങ്കിൽ അപ്പുറത്തെ ബാറിൽ ചെയ്യാം, എന്നെ ചെയ്യാം. എന്നിട്ട് നമ്മൾ മെല്ലെ ഒന്ന് ഹിപ്പ് ഉണ്ടല്ലോ ഒന്ന് അങ്ങനെ ഇങ്ങനെ രണ്ട് സൈഡിലേക്കും ഒന്നതാക്കാം. അപ്പോൾ ഇവിടുത്തെ മസിലിന് കുറച്ചൊരു ഇത് കിട്ടും. അതുപോലെ തന്നെ കുറച്ചും കൂടി വൈഡായിട്ട് പിടിക്കാം. ഈ ലെവലിൽ പിടിക്കുന്ന നമ്മുടെ ബോഡിയുടെ ഈ സൈഡിൽ കറക്റ്റായിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ടൊരു ഇത് കുറച്ചുകൂടി വൈഡായിട്ട് പിടിച്ചിട്ടൊന്ന് തൂങ്ങിക്കിടക്കാം. ഇത് നമ്മൾ ടിഷ്യൂ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ വെറുതെ ഇങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് കിടക്കാം. ഇങ്ങനെ എത്രമാത്രം ചെയ്യാൻ പറ്റുന്ന അത്ര ശ്വാസം ചെയ്യാൻ പറ്റും. ഒരു 1 മിനിറ്റ് ഞാൻ പറഞ്ഞല്ലോ, 1 മിനിറ്റ് നമ്മൾ 15 പ്രാവശ്യമാണ് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ മെൻ്റലി കൗണ്ട് ചെയ്യാവുന്ന. അപ്പോൾ അത് നമുക്ക് 2 in 1 ആണ്. അപ്പോൾ നമ്മളതിൽ ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സ് കുറച്ചും കൂടി ഇതിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് സ്പൈനൽ സൈഡ് സ്ട്രെച്ചിങ്. അപ്പോൾ നമുക്ക് കാല് ചേർത്ത് വെച്ചിട്ട് വേണ്ട, ഇപ്പോൾ ഇത് യൂട്ടിലൈസ് ചെയ്യാം നമുക്ക്. ഇത് നമുക്ക് ഇപ്പോൾ ബെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ കൈ ഇവിടെ വയ്ക്കാം, എന്നിട്ട് ഈ കൈ ഒന്നിങ്ങനെ, എന്നിട്ട് നല്ല മുകളിലേക്ക് നോക്കുക. മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഓപ്പൺ എയറിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആകാശം കാണാം. ആകാശം കാണുമ്പോൾ ആകാശത്തിൽ ആ മൂവ്മെൻ്റ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി മനസ്സ് റിലാക്സ്ഡ് ആവും. ഇപ്പോൾ ആകാശത്ത് ആ മേഘങ്ങൾ, ഇപ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഈ മേഘങ്ങളൊക്കെ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നുണ്ട്. അത് നമ്മളൊരു 3 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരു 45 ശ്വാസോച്ഛ്വാസം വരും. ഓക്കെ, എന്ന് നിൽക്കാം. അത് കുറേ കൂടിയും കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചും കൂടി ചാത്താൻ പറ്റുന്നെങ്കിൽ കുറച്ചും കൂടി ഇത് ചാത്തി കൊടുക്കാം. ഓക്കെ, അങ്ങനെ സ്പൈനൽ സൈഡ് സ്ട്രെച്ചിങ്. അപ്പോൾ ഇവിടുത്തെ മസിൽ ഒന്നും കൂടി സ്ട്രെച്ചിങ്, അവിടുത്തെ റിഡക്ഷൻ ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പിടിക്കാം. ഓക്കെ, ദെൻ നോക്കാം. ഇപ്പോൾ സൂര്യപ്രകാശം നല്ല മുഖത്തേക്ക് തന്നെ വരുന്നുണ്ട്. ഓക്കെ, അതന്നെ ആകാശം കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഇങ്ങനെ ആ സ്പൈനൽ സ്ട്രെച്ചിങ്, സൈഡ് സ്ട്രെച്ചിങ്. പിന്നെ സെക്കൻഡ് സ്റ്റേജ് വരുന്ന സ്പൈനൽ ട്വിസ്റ്റിംഗ് ആണ് വരുന്നത്. സ്പൈനൽ ട്വിസ്റ്റിംഗ് വരുമ്പോൾ നമ്മൾ പറ്റാവുന്ന രീതിയിൽ കേട്ടോ, ഇതിപ്പോൾ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. കുറച്ച് മുമ്പിലേക്ക് കയറി നിൽക്കാം. എന്നിട്ട് നമ്മൾ ഈ കൈ ഇവിടെ പിടിക്കാം, ഈ കൈ നേരെ പുറത്തേക്ക് പിടിക്കുക. കണ്ടോ, കാല് നേരെ തന്നെ വയ്ക്കുക. ഓക്കെ, ഇത് ഈ രൂപത്തിൽ നമുക്ക് കുറച്ച് ഒരു 15 പ്രാവശ്യം, ഒരു 3 മിനിറ്റ് ശ്വാസം വലിക്കുക, ഒരു 45 ബ്രീത്തിങ്. ഓക്കെ, അപ്പോൾ അത് സ്പൈനൽ ട്വിസ്റ്റിങ്. എന്നാൽ നമുക്ക് മാക്സിമം കൊണ്ട് ട്വിസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എത്ര കൊണ്ട് പറ്റണതിൽ ആ പോസ്റ്റിൽ നിൽക്കുക. ഓക്കെ, നോർമൽ ബ്രീത്തിങ്ങിൽ. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നിൽക്കുക. കേട്ടോ, ഈ കൈ ഇവിടെ വരട്ടെ, എന്നിട്ട് നമ്മൾ നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്യാം. കാലിൻ്റെ പൊസിഷൻ നേരെ തന്നെ, സ്പൈനൽ സ്ട്രൈറ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ സ്പൈനൽ ട്വിസ്റ്റിംഗ് ആയി. ഓക്കെ, ഇനി വരുന്നത് സ്പൈനൽ ബാക്ക് സ്ട്രെച്ചിങ് ആണ്. അപ്പോൾ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഈ തൂണ തന്നെ പിടിക്കാം. നമ്മൾ നന്നായിട്ട് കാല് ചേർത്ത് വെച്ചിട്ടൊന്ന് പിന്നിലേക്ക് ബെൻഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് പിന്നിലേക്ക് ഇതിൽ പിടിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല കേട്ടോ. ഇങ്ങനെ നിൽക്കാം. ഓക്കെ, ശ്വാസം വലിക്കുക, ശ്വാസം പുറത്ത് കളയാം. ആകാശത്തേക്ക് നോക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് മേഘങ്ങൾ കാണാൻ സാധിക്കാം. മേഘത്തിൽ നമ്മൾ റിലാക്സ് ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്നത് ഫോർവേഡ് ബെൻഡാണ്. ഫോർവേഡ് ബെൻഡ് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇങ്ങനെ ചേർന്ന് നിൽക്കാം. ഓക്കെ, സപ്പോർട്ട് ചെയ്ത് നിന്നിട്ട് നമ്മൾ നേരെ മുമ്പിലേക്ക് ബെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പിന്നിലേക്ക് പോവില്ല, നമ്മൾ ബെൻഡ് ചെയ്യുക. ഇപ്പം ഇത്രയും പറ്റുന്നില്ല. ഓക്കെ, നമുക്ക് ഇത് ചെയ്യാം. ഒന്ന് എത്ര പറ്റുമെങ്കിൽ നമുക്ക് ആംഗിളിൽ പിടിച്ചിട്ട് അത്രയും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്കിത് ബുദ്ധിമുട്ടാണ്, കുറച്ചും കൂടി സ്പ്രെഡ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ കൈ ഇതിലൊന്ന് പിടിക്കുക. അപ്പോൾ ഇത് ഫോർവേഡ് ബെൻഡായി, നന്നായിട്ട് സ്ട്രെച്ചിങ് കിട്ടും ബാക്ക്. ഓക്കെ, അത് ഫോർവേഡ് ബെൻഡായി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇത് കഴിഞ്ഞു ബാക്ക് സ്ട്രെച്ചിങ്. ഇത് നമ്മൾ ഫോർവേഡും ബാക്ക് ബെൻഡും കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ 15 പ്രാവശ്യം ചെയ്തിട്ട് 15 അങ്ങനെ ചെയ്താലും മതി. ഓക്കെ, നമുക്ക് എത്ര വേണം റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ കാലിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കാല് ഞാൻ ചേർത്ത് വെച്ചു. നമ്മൾ ഉണ്ടോ ഒരു 90 ഡിഗ്രിയിൽ കാല വരാവുന്ന രീതിയിൽ ഇതിന് സപ്പോർട്ട് ചെയ്യാം. സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, എന്നിട്ട് മെല്ലെ സ്ട്രെച്ച് ചെയ്യാം. എന്നിട്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് കഴുത്തുള്ളിലേക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ ബാക്ക് സ്ട്രെച്ചിങ് ആയി. ഓക്കെ, ഇത് വന്നു ബെൻഡ്. ഓക്കെ, ഫസ്റ്റ് പൊസിഷൻ, ദെൻ സെക്കൻഡ് സ്ട്രെച്ച് ചെയ്യാം, ദെൻ ബെൻഡ് ഫോർവേഡ്. ഓക്കെ,
bend and stretch. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി മുമ്പിലേക്ക് ആലോചിച്ച് വയ്ക്കാം. കണ്ടോ, കോൺലെസ് ഇതായിട്ട് വയ്ക്കാം. എന്നിട്ട് നമുക്ക് മാക്സിമം സ്ട്രെച്ച് ചെയ്യാം. ഓക്കെ, ഇത് ഹാംസ്ട്രിങ് സ്ട്രെച്ചിങ് ആയി, കാലിൻ്റെ മുട്ടിന് താഴെയുള്ള ഭാഗത്ത് സ്ട്രെച്ചിങ് ആയി, ബാക്ക് സ്ട്രെച്ചിങ് ആയി. ദെൻ ബെൻഡ് ചെയ്യാം ആൻഡ് സ്ട്രെച്ച്. ഓക്കെ, ഏതാണ് എളുപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ചെയ്യുക, ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് ചെയ്യേണ്ട. പിന്നെ വന്ന് സ്പൈനൽ ട്വിസ്റ്റിങ് കൂടിയും കാണിച്ചു തന്നിട്ട് ഒരു സ്പൈനൽ ട്വിസ്റ്റിങ് കാണിച്ചു തരാം. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കാലും ചേർത്ത് വയ്ക്കുക ഇവിടെ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ ഈ കൈ നേരെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ പോളിൽ തന്നെ പിടിക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ കൈ എന്നിട്ട് നേരെ മുകളിലേക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ലോവർ ബാക്കിന് നല്ലതാണത്. ഓക്കെ, ഇതിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഒരു 1 മിനിറ്റ് ഒരു 1 മിനിറ്റ് വെച്ചിട്ട് 3 റിപ്പീറ്റേഷൻ ചെയ്താൽ മതി. അത് തന്നെ ഓപ്പോസിറ്റ് ചെയ്യണം കേട്ടോ, ഒരു ഭാഗത്തേക്ക് മാത്രം പോരാ. എപ്പം ചെയ്യുമ്പോഴേക്കും ഓപ്പോസിറ്റ് ചെയ്യണം. ഫീറ്റ് ചേർത്ത് വയ്ക്കാം, കൈ എന്നിട്ട് കാലിൻ്റെ മുട്ട് ചേർത്ത് വയ്ക്കാം, എന്നിട്ട് മുകളിലേക്ക് നോക്കാം. അപ്പോൾ അത് ഒരു സ്പൈനൽ ലോവർ ഇതായി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, നമ്മളൊരു പാർക്കിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കണോ അത്രയും നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടും കൂടിയിട്ട് ചെയ്യണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് ആൾ പെട്ടെന്ന് നാട്ടിലേക്ക് പോയി, അപ്പോൾ അതുകൊണ്ട് അല്ല. അപ്പോൾ കുറേശ്ശെ നമുക്ക് ഓരോ ഇതായിട്ട് നമ്മൾ ഇത് ചെയ്യും. അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഡെഡിക്കേഷനാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ശരീരത്തിനെ നമ്മൾ സ്നേഹിക്കുക, എത്രമാത്രം സ്നേഹിക്കാൻ പറ്റുന്നോ അത്രയും നമ്മൾ ശരീരത്തിനെ സ്നേഹിക്കുക. അതൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ സാധിക്കും. അപ്പോൾ ഹെൽത്ത് ഈസ് വെൽത്തിലേക്ക് ഒരിക്കൽ കൂടി നമ്മളെല്ലാവരോടും സ്വാഗതം. നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട്, അതും പ്രാക്ടീസ് ചെയ്യുക, എല്ലാം പ്രാക്ടീസ് ചെയ്യുക. ഒപ്പം ഇതും പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.